സതീശൻ ലഹരി കച്ചവടത്തിൻ്റെ ഒരു കണ്ണിയാണ്. ഇപ്പം ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സതീശൻ ലഹരി കച്ചവടത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ മരംവെട്ടുകാരൻ്റെ ചാനലിനൊക്കെ പറയുന്നത്, അത് നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കേണ്ട കാര്യം തന്നെ. മരംവെട്ടല്ലേ അതിലേറ്റവും പ്രധാനപ്പെട്ടതും ദുരൂഹമായിട്ടുള്ള കാര്യം മെറ്റ സ്വയമേ തന്നെ അവരുടെ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതും ഈ വിഷയത്തിൽ മാത്രം ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. എന്നെ ഉപ്പിട്ട് കുഴിച്ചു കൂടുമെന്നും പറഞ്ഞിട്ട് പിന്നെ ഇത് വന്നു, കമൻറ്റ് വന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആകെ അപ്സെറ്റായി. അവരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു കേസ് കൊടുക്കണം, മറ്റേ ചെയ്യണം, മറിച്ച് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു വേണ്ട, അതവിടെ കിടക്കട്ടെ. നമസ്കാരം. UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് മാഫികളെ പൂട്ടാനായി ഓപ്പറേഷൻ തൂഫാൻ എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചു. വലിയ അളവിലാണ് മയക്കുമരുന്ന്, ലഹരി മരുന്ന് പിടിച്ചെടുത്തത്. നിരവധി പേർ അറസ്റ്റിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ചിലരെ മയക്കുമരുന്ന് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ പിടിയിലായ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മുഖ്യമന്ത്രി VD സതീശനുമായി ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രചാരണം വളരെ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം പറയാൻ VD സതീശന് കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിന് അദ്ദേഹം തയ്യാറാകുന്നില്ല. ഇത് സർക്കാരിൻ്റെ പ്രതിച്ഛായയെ, പാർട്ടിയുടെ പ്രതിച്ഛായയെ, മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയെ വളരെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 3 മാസങ്ങളാകുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മുഖ്യമന്ത്രിയോട് യാതൊരു എതിർപ്പുമില്ല. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഈ 90 ദിവസത്തിനുള്ളിൽ ഉയർന്നു വന്ന വിവാദങ്ങൾ കുറച്ചൊന്നുമല്ല. അതിനേക്കാളും വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. എങ്ങനെ ഈ മുമ്പോട്ട് പോകും? ഇതിൽ നമ്മൾ തുടക്കത്തിൽ പറയേണ്ട ഒരു കാര്യം, നമ്മളൊരു കാര്യം പിന്നെ വ്യക്തമായി നമ്മൾ പറയേണ്ടതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ VD സതീശൻ എന്ന് പറഞ്ഞ കേരള മുഖ്യമന്ത്രിക്ക് മയക്കുമരുന്ന് കച്ചവടക്കാരുമായിട്ട് ബന്ധം, മയക്കുമരുന്ന് കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലാണ് മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വെറും തീർത്തും അസംബന്ധമായിട്ടുള്ള പ്രചരണങ്ങളെ നമ്മൾ തള്ളിക്കളയുക തന്നെ വേണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം അങ്ങനെ ഒരു സൂചന ഉണ്ടായിട്ടേയില്ല. ആ തള്ളിക്കളയണമെന്ന് ഞാൻ പറഞ്ഞാൽ ഈ മരംവെട്ടുകാരൻ്റെ ചാനൽ, അതുപോലെ തന്നെ ഈ ചത്ത് കിടക്കുന്ന CPM-ൻ്റെ ഈ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന പോലെ പറയുന്ന പ്രതിപക്ഷ നേതാവ്, ഇയാളെന്താണ് അയാളുടെ പേര്, പിണറായി വിജയൻ, ഇവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഇത്തരം പ്രചരണങ്ങൾ. ആ പ്രചരണങ്ങളിൽ നിന്നും നമ്മൾ പിന്നെ മുഖവിലേക്ക് എടുക്കേണ്ട വിഷയമേ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് നമ്മൾ അവറ്റയോടുകൂടി തള്ളിക്കളയുകയും വേണം. പക്ഷെ അങ്ങനെ തള്ളിക്കളയുന്ന സമയത്തും, അങ്ങനെ തള്ളിക്കളഞ്ഞതിന് ശേഷവും നമ്മൾ ഈ വിഷയത്തെ നമ്മൾ വസ്തുനിഷ്ഠമായി നമ്മൾ സമീപിക്കണം. കാരണം ഈ മരംവെട്ടുകാരൻ്റെ ചാനലും CPM-ഉം ഒക്കെ കൂടെ ചേർന്ന് എടുത്തുകൊണ്ട് വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അത് കണ്ടെന്ന് പോലും നടിക്കേണ്ട കാര്യമില്ല. അതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അതിനെ പൂർണ്ണമായും നമ്മൾ അവഗണിക്കുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ ആ വിഷയത്തെ വസ്തുനിഷ്ഠമായി സമീപിക്കുകയും അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശൻ പറയേണ്ട തരത്തിലുള്ള മറുപടികൾ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ മറുപടികൾ പൊതുമണ്ഡലത്തിനും പൊതുസമൂഹത്തിനും തൃപ്തികരമായി അയാൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. കാരണം നമ്മളിപ്പം VD സതീശൻ എന്ന് പറഞ്ഞിട്ടുള്ള കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വിമർശനപരമായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പറയുന്ന സമയങ്ങളിലെല്ലാം തന്നെ അത് ഏകപക്ഷീയമായി ഇട്ടുള്ള ഒരു വിശകലനമോ വിലയിരുത്തലോ ആയിരുന്നില്ല എന്നാണ് ആ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത ഒരാളെന്നുള്ളതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെല്ലാം നമ്മൾ പറയുമ്പോഴും CPM-ൻ്റെ 10 വർഷത്തെ ഏകാധിപത്യ ഭരണം വലിച്ചെറിഞ്ഞ് ജനങ്ങൾ കൊണ്ടുവന്ന ഈ ഗവൺമെൻറ് ആ പ്രതീക്ഷകൾ സാക്ഷാത്കരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ള ഒരു മനോവ്യഥയിൽ നിന്നുള്ള വിമർശനമാണ് നമ്മൾ മുഖ്യമന്ത്രി VD സതീശനെതിരെ നമ്മൾ ഉയർത്തിയിട്ടുള്ളത്. അല്ലാതെ പിണറായി വിജയനെ എതിർക്കുന്ന പോലത്തെ എതിർപ്പല്ല VD സതീശനോടുള്ളത്. VD സതീശൻ നമ്മൾ തൃപ്തികരമായി കാര്യങ്ങൾ ചെയ്തു പോയിരുന്നെങ്കിൽ VD സതീശനെ നമ്മൾ മുക്തകണ്ഠം പ്രശംസിക്കുകയും പിന്തുണയ്ക്കുകയും നമ്മൾ ചെയ്യുമായിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ രമേശ് ചെന്നിത്തല നമ്മൾ പിന്തുണയ്ക്കുന്നു. കാരണം രമേശ് ചെന്നിത്തല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്ന് പിടിച്ചെടുത്തു എന്നുള്ളത് മാത്രമല്ല, പൊതുമണ്ഡലത്തിന് ആ പരിപാടിയിൽ ഒരു ആത്മവിശ്വാസം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം എന്നാണ് ഞാൻ കാണുന്നത്. അല്ലാതെ എത്ര പേരെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എത്ര മയക്കുമരുന്ന് പിടിച്ചു, അതല്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സാമൂഹ്യ വിപത്തായിട്ടുള്ള മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ
ഭരണകൂടം ആത്മാർത്ഥമായി അതിൻ്റെ വ്യാപനം തടയാൻ ഒരു ശ്രമം നടത്തുന്നു എന്നൊരു തോന്നൽ ഏതാണ്ട് 80 ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. കാരണം എന്താ? കാരണം പല പല പരിപാടികളും ഇതുപോലെ സമൂഹത്തിൽ സർക്കാരുകൾ നടത്തുന്നുണ്ട്. ആ പരിപാടികളോടൊക്കെ ജനങ്ങൾക്ക് പുച്ഛയും അവച്ചയും ഒക്കെയാണ്. പക്ഷെ തൂഫാനിനെ സംബന്ധിച്ച് അങ്ങനല്ല. അപ്പം കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ വീട്ടമ്മമാർ അവരൊക്കെ തന്നെ ഇതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചത് കൊണ്ടാണ് ഈ തുഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ തുഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി വിജയിച്ചത്. സ്വാഭാവികമായും ആ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ രമേശ് ചെന്നിത്തല ന്യായീകരിക്കുന്നത്. അതേസമയം തന്നെ രമേശ് ചെന്നിത്തല ചെയ്തൊരു തെറ്റായിട്ടുള്ള കാര്യത്തിനെതിരെ ഹൈക്കോടതിയിൽ പോയ ഒരാളാണ്, പൊതുപ്രവർത്തകനാണ് ഞാൻ. പിണറായി വിജയൻ എടുത്ത ഒരു നിലപാടിനെ ഇപ്പോൾ പോയി ആ നിലപാട് ശരിയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ഞാൻ തന്നെ പോയി. മനസ്സിലായി? ഇപ്പോൾ വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുമാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു ഡയലക്റ്റിക്കായിട്ടാണ് നമ്മൾ കാര്യങ്ങളെ സമീപിക്കും. നല്ല കാര്യങ്ങൾ നമ്മൾ അനുകൂലിക്കും, ചീത്ത കാര്യങ്ങൾ രമേശ് ചെന്നിത്തല ചെയ്താൽ പോലും നമ്മളതിനെ അനുകൂലിക്കില്ല. അതെ, ഇതേ സമീപനമാണ് നമുക്ക് സതീശനോടുള്ളത്. സതീശൻ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളതിനെ പിന്തുണയ്ക്കും. പക്ഷേ നിർഭാഗ്യവശാൽ സതീശൻ ചെയ്യുന്ന 99% കാര്യങ്ങളും തെറ്റായി വരുമ്പോഴത്തേക്കും അതിനെ വിമർശിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ വിമർശിക്കുന്നത് അയാൾ നന്നാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. അയാൾ നന്നായില്ലെങ്കിൽ അയാൾ മാറണമെന്ന് നമ്മൾ പറയുകയും ചെയ്യും. പക്ഷേ ആ മാറണം നമ്മൾ പറയുന്നത് അയാൾ നന്നാവാത്തതുകൊണ്ടാണ്. അതാണ് നേരത്തെ ആമുഖമായി പറയാം. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പം ഈ മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടവരുമായിട്ടുള്ള സതീശൻ്റെ ബന്ധം, ആ ബന്ധം സംബന്ധിച്ച് സതീശന് പൊതുജനങ്ങൾക്ക് തൃപ്തികരമായ രീതിയിൽ മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ മറുപടി. അത് പറയുമ്പോഴും സതീശന് ലഹരി കച്ചവടക്കാരുമായിട്ട് ബന്ധം, സതീശൻ്റെ കൂടെ പുതിയ യാത്രയിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ലഹരിയും ആ സമയത്ത് മുഴുവൻ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. തീർന്നില്ല. സതീശനും ഇയാളൊക്കെ പല പല വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട്. അപ്പം സതീശൻ ലഹരി കച്ചവടത്തിൻ്റെ ഒരു കണ്ണിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സതീശൻ ലഹരി കച്ചവടത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ മരമ്പട്ടുകാരൻ്റെ ചാനലിനൊക്കെ പറയുന്നത്, അത് നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കേണ്ട കാര്യം തന്നെ മരമ്പട്ടല്ലേ. പക്ഷേ സതീശൻ ഇതിനോട്, ഈ വിഷയം വന്നു കഴിയുമ്പോഴത്തേക്കും സതീശൻ അതിനോട് എടുക്കുന്ന ഒരു സമീപനം സതീശൻ്റെ മേൽ കരിനിഴൽ പരത്തുന്നുണ്ട് എന്നാണ് അത് വസ്തുനിഷ്ഠമായി നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിട്ട് 2 ദിവസമായി. ആ 2 ദിവസത്തിനിടയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് വന്ന 2-3 വാർത്തകളും മെറ്റ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അത് സ്വാഭാവികമായും അത് നമുക്ക് വളരെ ദുരൂഹമായിട്ട് തോന്നും. ഇപ്പം സതീശനെ കുറിച്ച് അങ്ങനെ വരുന്നെങ്കിൽ അത് വന്നോട്ടെ. അത് സതീശൻ എന്തിനാണ് ഇത്ര ആശങ്കാകുലനാവുന്നത്? മനസ്സിലായില്ലേ? സതീശ് യഥാർത്ഥത്തിൽ പറയേണ്ടതെന്നാണ്, എന്നെക്കുറിച്ച് അങ്ങനെ വന്നു, അതവിടെ കിടക്കട്ടെ. ഇപ്പം സാധാരണ ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഞാൻ പോലും എനിക്കെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ട് സാറേ അത് എന്നോട് മറ്റേൽ പോയി അത് ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ എന്നോട് പലപ്പോഴും പറയുമ്പോൾ ഞാൻ പറയും എന്തിന്, അതവിടെ കിടക്കട്ടെന്ന്, ആളുകൾ കാണട്ടെ, ആളുകൾ തീരുമാനിക്കട്ടെ ഏതാണ് ശരി. ഇതിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നൊരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ എന്നെ ഉപ്പിട്ട് കുഴിച്ചു കൂടുമെന്നും പറഞ്ഞിട്ട് ഇത് വന്നു, കമൻറ്റ് വന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആകെ അപ്സെറ്റായി. അവരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു കേസ് കൊടുക്കണം, മറ്റേ ചെയ്യണം, മറിച്ച് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു വേണ്ട, അതവിടെ കിടക്കട്ടെ, ആളുകൾ ശരിയാതാണ് തെറ്റാതെന്ന് ആളുകൾ കാണട്ടെ എന്ന് പറഞ്ഞ പോലെ സതീശന് ഇതുപോലൊരു സാധനം വരുമ്പോൾ സതീശൻ പറയേണ്ടതാ, എൻ്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് ഒരു തുറന്ന പുസ്തകമാണ്, ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഒരു തുറന്ന പുസ്തകമാണ്. അതുകൊണ്ട് അതവിടെ കിടക്കട്ടെ, കിടന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തീരുമാനിക്കുന്നതിന് പകരം നമ്മൾ ആദ്യം കേൾക്കുന്ന വാർത്ത സതീശനെതിരായിട്ട് ഈ മരമട്ടുകാരൻ്റെ ചാനലിൽ വന്ന ഒരു വാർത്തയും സതീശനെതിരായിട്ട് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വിജയൻ പറഞ്ഞ 2 വാർത്തകൾ മെറ്റ റിമൂവ് ചെയ്തു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. സ്വാഭാവികമായും അതൊരു ദുരൂഹമായിട്ട് നമുക്ക് തോന്നും, എന്തിനാണ് അത് റിമൂവ് ചെയ്യിപ്പിച്ചത് എന്ന് തോന്നുന്നുണ്ടാവും. അതെ, ഉറപ്പായിട്ടും ഉണ്ടാവും. അത് സംബന്ധിച്ച് ഇന്ന് സതീശൻ കൊടുത്ത മറുപടി എന്താ? അത് മെറ്റയുടെ പോളിസിയാണ്, മെറ്റയാണത് റിമൂവ് ചെയ്യുന്നത്. മറ്റേ എനിക്ക് അനുകൂലമായി വന്ന ചില വാർത്തകൾ മറ്റേ റിമൂവ് ചെയ്തു. തെലങ്കാന മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് വന്ന പല വാർത്തകൾ, അങ്ങനെ പല വാർത്തകളും മെറ്റ സ്വയമേ റിമൂവ് ചെയ്യുന്നുണ്ടെന്നും ഞാനുമായി ബന്ധപ്പെട്ട് റിമൂവ് ചെയ്ത വാർത്ത റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ഞാൻ തന്നെ വേണമെങ്കിൽ പരാതി കൊടുക്കാമെന്നും ഒക്കെയുള്ള വാദഗതികളാണ് സതീശൻ പറയുന്നത്. പക്ഷേ നമ്മളൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് കോമൺ സെൻസിക്കലായി ചിന്തിക്കുമ്പം ഞാനുമായി ബന്ധപ്പെട്ട് എനിക്കെതിരായിട്ടൊരു വാർത്ത മെറ്റ റിമൂവ് ചെയ്യുമ്പോൾ അത് ഞാൻ പറയാതെ
അത് റിമൂവ് ചെയ്യപ്പെടേണ്ട വാർത്തയാണെന്ന് മെറ്റയ്ക്ക് അങ്ങനെ തോന്നുന്നു? അപ്പോൾ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ലോകാവസാനം ഉണ്ടാകുമ്പോൾ മെറ്റയെ സംബന്ധിക്കുന്ന വിഷയമല്ലല്ലോ. അല്ലോ, ആണെങ്കിൽ പോലും ഒരു മുഖ്യമന്ത്രി എന്തുമാത്രം വിമർശന വിധേയനാണ്. മുഖ്യമന്ത്രിയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത്. അപ്പം അങ്ങനെ വിമർശിക്കാനാണെങ്കിൽ മെറ്റേ എന്തിന് ഇത് മാത്രം റിമൂവ് ചെയ്തു? അത് മാത്രമല്ല, പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്നു, അതിൽ ഏതെങ്കിലും റിമൂവ് ചെയ്തിട്ടുണ്ടോ? ഒന്നത്. രണ്ട്, ഇയാളെ വിമർശിച്ച് ഈ വാർത്ത മാത്രം എന്തിനു റിമൂവ് ചെയ്തു? അങ്ങനെയാണ് വേറെ ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അതെല്ലാം റിമൂവ് ചെയ്യണമല്ലോ. അതൊന്നും റിമൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനകത്തൊരു ദുരൂഹതയുണ്ട്. അത് എന്ന് മാത്രമല്ല, ഇപ്പോൾ എവിടെയോ കേട്ടെന്ന് വെച്ചാൽ ഒരു DYSP ലെവലിലുള്ള ഒരാൾ പറഞ്ഞാലേ അത് റിമൂവ് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കേൾക്കുന്നു. നമുക്കറിയില്ല. എന്തായാലും അതിനകത്തൊരു ദുരൂഹത ഉണ്ട്, അതൊരു സംശയമൊന്നുമില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഈ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളും സതീശനുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കുന്ന വിഷ്വലുകളും സ്ക്രീൻഷോട്ടുകളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ സുലഭമാണ്. ആ സ്ക്രീൻഷോട്ടുകളും വിഷ്വലുകളും നോക്കുമ്പോൾ ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞതിൽ ഒരാൾ ഹുസൈൻ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ, അയാളും സതീശനുമായിട്ട് വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന സ്ക്രീൻഷോട്ടുകളും വിഷ്വലുകളുമാണ് സാമൂഹ്യ മാധ്യമത്തിൽ നമുക്ക് കാണാൻ. ഒരു വിഷ്വലിൽ ചെവിയിൽ പറയുന്നു, ഇപ്പോൾ കോൺഗ്രസ്സുകാർ ചെവിയിൽ പറയുന്നല്ലോ അല്ലെന്ന് പറയുന്നില്ല എന്ന് പറയുന്നു. വേറൊരു 3-4 ഫോട്ടോയിൽ കൈലി ഉടുത്തി ഇയാൾ വീട്ടിലിരിക്കുമ്പോൾ ഇയാളുടെ കൂട്ടത്തിൽ അയാൾ ഇരിക്കുന്നു. അയാൾ വളരെ ഗൗരവമായിട്ട് എന്തോ ഇയാളെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത്തരത്തിൽ സതീശനുമായി വളരെ അടുപ്പമുള്ള ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും തോന്നുന്നു. അത് തീർത്തും ദുരൂഹം തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള വിഷയം ചർച്ച ചെയ്ത സമയത്ത് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഫീസിൽ ഒരു മുറിയിൽ നിന്ന് സംസാരിക്കുന്ന ഒരു പടം നമ്മൾ കണ്ട ഓർമ്മയില്ലേ? അത് കാണുമ്പോൾ തന്നെ, ശരീരഭാഷ കാണുമ്പോൾ തന്നെ അറിയാം അവരെന്തോ വളരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ചർച്ചയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ദുരൂഹത എന്ന് പറയുന്നത്, ഇവർ തമ്മിൽ ഉള്ള വിഷ്വലുകളും ഫോട്ടോകളും കണ്ടാൽ അവർ തമ്മിൽ ആഴത്തിൽ ബന്ധമുണ്ടെന്ന് ഏത് സാധാരണക്കാരനും മനസ്സിലാവും. അതാണ് മൂന്നാമത്തെ പ്രശ്നം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാളുമായിട്ട് അടുപ്പമുണ്ട്, ബന്ധമുണ്ടെന്ന് ഇയാൾ സമ്മതിച്ചു. മുഖ്യമന്ത്രി സമ്മതിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതിലും ദുരൂഹതയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇയാളെന്തോ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ആക്രമണത്തിൽ എന്തോ പരിക്കേറ്റതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇയാളെ പോയി കണ്ടതെന്നാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇവർ തമ്മിൽ ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള പോസ്റ്റുകൾ ഈ ഹുസൈൻ തന്നെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതും ദുരൂഹമാണ്. മനസ്സിലായോ? അപ്പം ഒരു 3-4 ദുരൂഹതകളെങ്കിലും ഇതിനകത്ത് അന്തർലീനമാണ്. എന്നാൽ ഈ 3-4 ദുരൂഹതകൾ അന്തർലീനമാണെന്ന് നമ്മൾ പറയുമ്പോഴും, ഇയാൾക്ക് ഈ ലഹരി കച്ചവടക്കാരനായിട്ട് അടുപ്പ് ബന്ധമുണ്ടെന്നും ഇയാൾ ഇതിനകത്ത് പങ്കാളിയാണ്, അങ്ങനെ ഒന്നും നമ്മൾ പറയുന്നില്ല. അതിനൊന്നും നമ്മുടെ മുമ്പിൽ യാതൊരു തെളിവുകളുമില്ല. പക്ഷേ സതീശൻ ഈ വിഷയത്തെ സമീപിച്ച രീതി, സതീശൻ ഈ വിഷയത്തോട് പ്രതികരിച്ച രീതി, ദുരൂഹതയുണ്ട്. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിഷ്വലുകൾ, ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ, അതിലും ദുരൂഹതയുണ്ട്. അപ്പം ആ ദുരൂഹത നീക്കാൻ സതീശൻ്റെ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ആ ദുരൂഹത കൂടുതൽ ദുരൂഹമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇത് കാണുന്ന ഒരു നിഷ്പക്ഷന് തോന്നുന്നു. പിന്നെ നമുക്കിത് കാണുമ്പോൾ വേറൊരു കാര്യം ഓർമ്മ വരുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പ് 2 ദിവസം മുമ്പ് നടത്തിയ വിമാനയാത്ര. അതാണ് ഞാൻ നേരത്തെ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. സാർ പറഞ്ഞോളൂ. അപ്പം ആ വിമാനയാത്ര സംബന്ധിച്ചുള്ള ദുരൂഹതകൾ ഇപ്പോഴും കിടക്കുകയാണ്. അല്ല, അതൊക്കെ തേഞ്ഞു മാഞ്ഞ് പോയതുപോലെയാണ്. അത് എത്ര വലിയ വിഷയമാണെന്ന് ഓർക്കണം. അല്ല, ഞാൻ പറഞ്ഞത് അത് തേഞ്ഞുമാഞ്ഞു പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ദുരൂഹമായി ഇപ്പോഴും തുടരുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ചർച്ചയിൽ വരുന്നില്ലെങ്കിൽ പോലും ദുരൂഹമായി ഇപ്പോഴും തുടരുകയാണ്. കാരണം അതിലും ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. എന്തിന് ചാർട്ടർ ചെയ്ത വിമാനത്തിൽ പോയി? എന്തിന് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിയുമായി പോയി? എന്തിനവിടെ പോയി അദാനിയെ കണ്ടു? എന്തിനവിടെ പോയി ഒരു ദുരൂഹ കഥാപാത്രത്തിനെ കണ്ടു? ഇത്തരം ദുരൂഹതകളായി തുടരുമ്പോഴാണ് വീണ്ടും അതിനും പുറത്ത് ഈ വിഷയം ദുരൂഹതകൾ വീണ്ടും അടിഞ്ഞുകൂടുന്നത്. മനസ്സിലായി? അപ്പം നമ്മൾ നാളെ ചോദിക്കും, അപ്പോൾ ഇതുപോലൊരു വിഷയം വരുന്നു എന്ന് തന്നെ വിചാരിക്കുമ്പോഴത്തേക്കും ശരിക്കും സതീശൻ എങ്ങനെയായിരുന്നു ഇതിനോട് പ്രതികരിക്കേണ്ടിയിരുന്നത്?
അത് പിന്നെ അത് വന്നിട്ടുണ്ട്, അത് നിങ്ങൾ ചർച്ച ചെയ്തു എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണത്തിനും ഞാൻ തയ്യാർ എന്നത് പറയണമായിരുന്നു. അപ്പം ഞാൻ മാറി നിൽക്കാനൊന്നും പറയണ്ട, അങ്ങനെ മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ ശരിയല്ല. അത് നിങ്ങൾ അന്വേഷിച്ചോ, ആരാന്ന് വെച്ചാൽ ഏത് ഏജൻസി വേണമെങ്കിലും അത് അന്വേഷിച്ചോ. അത് സംബന്ധിച്ച് എന്ത് തീരുമാനം വേണമെങ്കിലും വരട്ടെ, ആ തീരുമാനം എനിക്കെതിരാണെങ്കിൽ അന്ന് ഞാൻ ആ കാര്യം ഞാൻ ആലോചിക്കാം എന്ന് പറഞ്ഞ് വളരെ ഒരു വസ്തുനിഷ്ഠമായി ജനങ്ങൾക്ക് മുഴുവൻ ശരിയെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണോ സതീശനിൽ നിന്ന് വന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്ന് മാത്രമല്ല, സതീശൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പത്രസമ്മേളനം കണ്ടാൽ സതീശൻ്റെ ഒരു ആത്മധൈര്യത്തിൻ്റെ മുഖമല്ല, വളരെ ഒരു പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു ശരീരഭാഷയും തെളിയിക്കുന്നത് അതാണ്. ശരീരഭാഷ എന്ന് പറഞ്ഞാൽ ഒരു പരാജിതന്റെ ശരീരഭാഷയാണ് അനുഭവം. അപ്പം എന്തിനാണ് സതീശൻ ഇങ്ങനെ ഒരു പരാജിതന്റെ ഇത് കാണിക്കുന്നത്? സതീശൻ ശരിക്കും പറയണ്ടേ, എനിക്കെതിരെ വാർത്ത കൊടുത്ത നിങ്ങളെല്ലാവരും ഞാൻ കോടതി കയറ്റും. മനസ്സിലായില്ലേ? എനിക്കതിനകത്ത് ഒരു വിധത്തിലുള്ള തർക്കങ്ങളോ സംശയങ്ങളോ എനിക്കില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഇപ്പം സാധാരണ ഒരു പൊതുപ്രവർത്തനമായിട്ടുള്ള എനിക്കെതിരെ ഇതുപോലൊരു പരാതി ഒന്നും വിചാരിക്കും, ഞാൻ അങ്ങനെ ആയിരിക്കും പ്രതികരിക്കുക. അതുപോലല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും പ്രതികരിച്ചിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതെല്ലാം നമ്മൾ വെച്ച് നോക്കുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില ദൗർബല്യങ്ങൾ സതീശൻ പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന ഒരു സംശയം നമുക്കെന്നല്ല, ഈ വിഷയം പരിശോധിക്കുന്ന, സതീശൻ്റെ പത്രസമ്മേളനങ്ങൾ കാണുന്ന, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ കാണുന്ന, സതീശനെ പിന്തുണച്ച പൊതുമണ്ഡലത്തിന് പോലും തോന്നത്തക്ക നിലയിലാണ് സതീശൻ്റെ പ്രതികരണങ്ങളും ശരീരഭാഷയും ആ കൃത്രിമത്വം നിറഞ്ഞ മറുപടികളും സതീശൻ പറയുന്ന കാര്യങ്ങളും എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ദുരൂഹമായിട്ടുള്ള കാര്യം സ്വയമേ തന്നെ അവരുടെ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതും ഈ വിഷയത്തിൽ മാത്രം ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതീശനുമായി ബന്ധപ്പെട്ട് ഒരു ഡസൻ വിമർശനങ്ങളെങ്കിലും വന്നു, അതിൽ ഇത് മാത്രം ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് വളരെ ദുരൂഹമാണ്. ഈ ദുരൂഹത തേച്ച് മാച്ച് കളയേണ്ട ബാധ്യത സതീശനുണ്ട്. അത് തേച്ച് മാച്ച് കളയാൻ സതീശന് കഴിഞ്ഞില്ലെങ്കിൽ അത് സതീശനെ മാത്രമല്ല, അവരുടെ പാർട്ടിയെ മാത്രമല്ല, സർക്കാരിൻ്റെ പോലും പ്രതിച്ഛായയ്ക്ക് വലിയ പരിക്കേൽപ്പിക്കുമെന്ന് നമ്മൾ കാണണം. കാരണം ഈ സർക്കാർ 102 പേരുടെ പിന്തുണയായിട്ട് അധികാരത്തിൽ വന്നിട്ട് 3 മാസം. ഇതാണ് ഇതിനകത്ത് വിഷയം. തീർച്ചയായിട്ടും ഈ 3 മാസത്തിനുള്ളിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് ഉയർന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ഒക്കെ പിണറായി വിജയൻ്റേതിന് സമാനമായിരുന്നു പലപ്പോഴും. എന്ന് മാത്രമല്ല, പിണറായി വിജയൻ ധാർഷ്ട്യത്തോടു കൂടിയും അഹങ്കാരത്തോടു കൂടിയും സംസാരിക്കുമ്പോൾ, അത് മാധ്യമപ്രവർത്തകരോടായിരുന്നാലും സംസാരിക്കുമ്പോൾ, സതീശൻ അത് മറ്റൊരു ശൈലിയിൽ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത് സർക്കാരിൻ്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഈ കണക്കിന് പോയാൽ ഈ സർക്കാർ എവിടെ വരെ എത്തും എന്നുള്ളതാണ് നമ്മുടെ ആശങ്ക.